ശബരിമല വിവാദത്തിൽ ഇത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്ത വരുന്നു. ശബരിമല സ്വർണ്ണപ്പാളികൾ അറ്റകുറ്റപ്പണി നടത്താൻ മുൻകൈയെടുത്തത് ദേവസ്വം ബോർഡ് തന്നെയാണ് എന്ന് സ്ഥിരീകരിക്കുന്ന രേഖകൾ. സ്വർണ്ണപ്പാളികളുടെ അറ്റകുറ്റപ്പണികളുടെ ചെലവെടുക്കാമോ എന്ന് ചോദിച്ച് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ദേവസ്വം ബോർഡ് കത്ത് നൽകി. 2024 ദേവസ്വം ബോർഡ് തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കഴിഞ്ഞ ഓഗസ്റ്റ് മാസം കത്ത് നൽകിയത്. ദ്വാരപാലക ശില്പങ്ങളിലെയും താങ്ങ് പീഠങ്ങളുടെയും സ്വർണം പൂശിയ ഭാഗങ്ങൾ ചെന്നൈയിൽ എത്തിക്കാമെന്ന് ദേവസ്വം ബോർഡ് അറിയിച്ചു. 2024 തന്നെ ഇത് സ്വർണ്ണപ്പാളികൾ വീണ്ടും അറ്റകുറ്റപ്പണികൾ നടത്താനുള്ള തീരുമാനം തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് എടുത്തിരുന്നു. ആ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ആ സ്പോൺസറായ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കഴിഞ്ഞ ഓഗസ്റ്റ് മാസം 23-ാം തീയതി അദ്ദേഹത്തിന്റെ ബംഗളൂരു മേൽവിലാസത്തിൽ ഒരു കത്ത് തിരുവാഭരണം കമ്മീഷണർ അയക്കുന്നത്. ആ കത്തിൽ പറയുന്നത് ഇതാണ്: ഇവിടുത്തെ ദ്വാരപാലക ശില്പത്തിലെ സ്വർണ്ണപ്പാളികൾ, അതായത് ചെമ്പിൽ സ്വർണം പതിച്ച പാളികൾ, അത് അറ്റകുറ്റപ്പണികൾ ആവശ്യമായി വന്നിരിക്കുകയാണ്. അത് ചെന്നൈയിൽ ഞങ്ങൾ എത്തിച്ചു തരാം, അതിനുള്ള ചെലവ് വഹിക്കാൻ തയ്യാറുണ്ടോ എന്നതാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയോട് ആരായുന്നത്. അതായത് ദേവസ്വം ബോർഡ് തന്നെ ഇതിനുള്ള എല്ലാ നടപടിക്രമങ്ങളും പൂർത്തീകരിക്കാം, നിങ്ങൾ ആ ചെലവ് ഏറ്റെടുക്കുമോ എന്നതാണ് ചോദിക്കുന്നത്. അതോടൊപ്പം തന്നെ ശ്രീകോവിലിന്റെ കതകും കട്ടളയും ലക്ഷ്മി രൂപവും കമാനവും അതുകൂടി അറ്റകുറ്റപ്പണികൾ നടത്തേണ്ടതുണ്ട്. അത് സന്നിധാനത്ത് വെച്ച് ചെയ്യാം. ഇതിന്റെ എല്ലാത്തിന്റെയും ചെലവ് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് എടുക്കാൻ കഴിയുമോ എന്നതാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയോട് ചോദിക്കുന്നത്. അതായത് 23-ാം തീയതി കത്തയച്ചു, 25-ാം തീയതി ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ മറുപടിയും തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് ലഭിക്കുകയാണ്. അത് ശരവേഗത്തിലാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റി കത്ത് കിട്ടാൻ കാത്തിരിക്കുകയായിരുന്നു. ഉടനെ തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ മറുപടി വന്നു: എല്ലാത്തിന്റെയും ചെലവ് താൻ ഏറ്റെടുത്തോളാം. അതായത് സന്നിധാനത്ത് വെച്ച് അവിടുത്തെ കതകും കട്ടളയും ലക്ഷ്മി രൂപവും കമാനവും അടക്കമുള്ളവ അറ്റകുറ്റപ്പണികൾ നടത്തുന്നതിനും അതോടൊപ്പം തന്നെ സ്മാർട്ട് ക്രിയേഷൻസിൽ കൊണ്ടുപോയി മറ്റുള്ള അറ്റകുറ്റപ്പണികൾ നടത്തുന്നതിനുള്ള സർവ്വ ചെലവും ഞാൻ ഏറ്റെടുത്തോളാം എന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റി ഉടൻ തന്നെ ദേവസ്വം ബോർഡിന് മറുപടി കൊടുക്കുകയാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കുറിച്ച് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലെ ഉദ്യോഗസ്ഥർക്ക് നല്ല ധാരണയുണ്ട്. ശബരിമലയിലെ ചില ഉന്നതർക്ക് നല്ല ധാരണയുണ്ട്. അവരുടെയൊക്കെ സ്വന്തക്കാരനും അടുപ്പക്കാരനും ഒക്കെ തന്നെയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി. അതുകൊണ്ട് തന്നെയാണ് ഈ കാര്യങ്ങളൊക്കെ ശരവേഗത്തിൽ മുന്നോട്ട് പോയത്.